പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ ആര്യ പൗരോഹിത്യ രാഷ്ട്രീയം ആയിരമായിരം സ്ത്രീമേധയാഗഹോമങ്ങളാൽ എത്ര ധൂമാവൃതമാക്കി ചരിത്രത്തിലെത്ര നാൾ ബാഷ്പാകുലങ്ങളായി കണ്ണുകൾ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന് ദ്രാവിഡ രാജകുമാരിയാം താടക ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീഹൃദയത്തിന് ഉന്മാദമുണർത്തുമാ മോഹന ഗോപാംഗഭംഗി നുകർന്നവൾ. സ്ത്രീഹൃദയത്തിന് ഉന്മാദമുണർത്തുമാ മോഹന ഗോപാംഗഭംഗി നുകർന്നവൾ. കണ്ണെടുക്കാതെ കണ്ണെടുക്കാതോരഭൂമരോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി താടക എന്ന നിശാചരിയാണവൾ. താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി താടക എന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ
സംഘങ്ങൾ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തിക്കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നീ ദാനഭൂമിയിൽ യാഗ പശുക്കളെ മേച്ച നാൾ. ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങളീ മണ്ണിലിട്ടു ചവിട്ടിയുടച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. ആദ്യമായ ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ടു കോപാരുണങ്ങളായി കാടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ രാത്രി സ്വപ്നവും കണ്ട് വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾ വരെ എത്തി കിടന്ന കാർകൂന്തലിൽ ഹേമാംഗകങ്ങളിൽ താടകതാം തളിർത്താമരമുട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്ത വികാരമുണരവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്ത വികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക.
സൂര്യവംശത്തിന് അടിയറ വയ്ക്കുമോ? സൂര്യവംശത്തിന്റെ സ്വർണസിംഹാസനം. ആര്യവംശത്തിനടിയറ വയ്ക്കുമോ? സൂര്യവംശത്തിന്റെ സ്വർണസിംഹാസനം. ചുറ്റും ഉറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു. നിശബ്ദയായി പെൺകൊടി യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു. വില്ലു കുലയ്ക്കൂ, ശരം തൊടുക്കൂ, രാമ കൊല്ലൂ, നിശാചരി താടകയാണവൾ. ക്രുദ്ധനായി നോക്കി പറഞ്ഞു വിശ്വാമിത്രൻ, അസ്ത്രമയക്കൂ, വധിക്കൂ പിശാചിനെ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ മാറിടം. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ മാറിടം. മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയി സ്തബ്ധനായി പുത്രി വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം. മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയി സ്തബ്ധനായി പുത്രി വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം. രാഘവ, ആജ്ഞയുടെയും പ്രജ്ഞയുടെയും വകതിരിവുകളിൽ നീ ഉഴറുകയാണോ? ആത്മാവിൽ ആദ്യമായേറ്റ മലർശരം പിഴുതെടുത്ത് ഒരു ശരമാരിയായി നീ ഈ കന്യകയിൽ പെയ്തിറങ്ങിയല്ലോ. വിധിയുടെ ചര്യകൾ എത്ര വിചിത്രങ്ങളാണ്, ചപലങ്ങളാണ്. രാമ, ഇത് നിന്റെ മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭം മാത്രമാണെന്ന് അറിയുക. രാമന്റെ അയനം വിധിഹിതം തുടരട്ടെ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും